ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ സ്പോർട്സ് കാർ മേക്കർ മെക്ലാറൻ ഇന്ത്യയിലേക്ക് വരികയാണ്. മുംബൈ, ഡൽഹി തുടങ്ങിയ മെട്രോ സിറ്റികളിലായിരിക്കും മെക്ലാറിൻ്റെ ആദ്യത്തെ ഡീലർഷിപ്പുകൾ വരുന്നത്. ഇതിനോടൊപ്പം കമ്പനിയുടെ ഒഫീഷ്യൽ ആഫ്റ്റർ സെയിൽ സപ്പോർട്ടും കസ്റ്റമേഴ്സിന് ലഭിക്കും. മെക്ലാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റീജിയനിൽ ഇന്ത്യ കൂടി കാണിക്കുന്നുണ്ട്. ലോഞ്ച് വൈകാതെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ 4 മോഡലുകളായിട്ടായിരിക്കും മെക്ലാറൻ എത്തുന്നത്. എൻട്രി ലെവൽ പ്രൊഡക്റ്റായിട്ട് വരുന്ന GT മോഡലാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 4 ലിറ്റർ ട്വിൻ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. 620 HP ആണ് പവർ വരുന്ന. 630 Nm ടോർക്കും 0 നിന്ന് 100 km എത്താൻ ഏകദേശം 3.2 സെക്കൻഡ് മാത്രം മതി. ഇതിനോടൊപ്പം മെക്ലാറിൻ്റെ 720S കൂപ്പയും സ്പൈഡർ മോഡലും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും. ലംബോർഗിനി ഹുറാക്കൻ തുടങ്ങിയ മോഡലുകളായിട്ടായിരിക്കും 720S കോമ്പീറ്റ് ചെയ്യുന്നത്. മെക്ലാറിൻ്റെ റീസെൻറ്റ് ലോഞ്ചായ അർച്ചുറയും ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 3 ലിറ്റർ ട്വിൻ ടെർബോ V6 പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്ന 680 HP ആണ്. 0 നിന്ന് 100 km എത്താൻ വെറും 3 സെക്കൻഡ് മാത്രം മതി. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 330 km/h ആണ്. മാരുതിയുടെ ഏറ്റവും പോപ്പുലറായ മോഡലുകളിൽ ഒന്നായ സെലേറിയുടെ ഏറ്റവും പുതിയ ജനറേഷൻ മോഡൽ ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെത്തും. 2014 ഫസ്റ്റ് ജനറേഷൻ മോഡലിനെ മാരുതി ഇന്ത്യൻ വിപണിയിലെത്തിക്കുന്നത്. തുടക്കത്തിൽ പെട്രോളും ഡീസൽ എഞ്ചിനും അവൈലബിൾ ആയിരുന്നു. പിന്നീട് ഡീസൽ എഞ്ചിൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പെട്രോൾ എഞ്ചിൻ മാത്രമായിട്ടാണ് സെലേറിയോ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ജനറേഷൻ സെലേറിയുടെ ഏറ്റവും വലിയ മാറ്റം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. കാരണം മാരുതിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഹാർടെക് പ്ലാറ്റ്ഫോമിലായിരിക്കും പുതിയ സെലേറിയോ ബേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള 1 ലിറ്റർ K സീരീസ് പെട്രോൾ എഞ്ചിനോടൊപ്പം കുറച്ചുകൂടി പവർഫുള്ളായ 1.2 ലിറ്റർ K സീരീസ് എഞ്ചിൻ കൂടി മാരുതി ഓഫർ ചെയ്യും. ഇതിനോടൊപ്പം മാനുവലും AMT ഗിയർ ബോക്സും അവൈലബിൾ ആയിരിക്കും. പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ്ലി പുതിയതായിട്ടുള്ള ഒരു മോഡേൺ ഡിസൈൻ തീമാണ് മാരുതി സെലേറിയോയ്ക്ക് നൽകുന്നത്. ഓവറോൾ ഡയമെൻഷൻസിലും കാര്യമായ വ്യത്യാസമുണ്ടാകും. ഇതിനോടൊപ്പം ഇൻറ്റീരിയർ സ്പേസും കൂടും. സെലേറിയോയിൽ വരുന്ന മറ്റൊരു പ്രധാന മാറ്റം ഫീച്ചേഴ്സ് ആയിരിക്കും. കുറച്ചുകൂടി മോഡേൺ ഫീച്ചേഴ്സ് പുതിയ മോഡലിൽ എക്സ്പെക്ട് ചെയ്യാം. ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ, ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് മിറേഴ്സ്, ഡ്യുവൽ എയർ ബാഗ്, ABS TBD തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം പുതിയ മോഡലിൽ അവൈലബിൾ ആയിരിക്കും. ഏപ്രിൽ 7 സിട്രോയിൻ അവരുടെ ആദ്യത്തെ മോഡലായ C5 എയർക്രോസിനെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. കോമ്പറ്റീറ്റേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രീമിയം പ്രൈസിംഗ് ആയിരുന്നു സിട്രോയിൻ C5 എയർക്രോസിന് നൽകിയത്. എന്നാൽ ഏകദേശം 1000 പ്രീ ബുക്കിംഗ് ആണ് പുതിയ മോഡലിന് ലഭിച്ചത്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഏകദേശം 230 യൂണിറ്റാണ് സിട്രോയിൻ വിറ്റത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 280 യൂണിറ്റാണ് തമിഴ്നാട് പ്ലാന്റിൽ പ്രൊഡ്യൂസ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രീ ബുക്കിംഗ് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി സിട്രോണിന് ഏകദേശം 3 ഇരട്ടി വാഹനങ്ങൾ ഇപ്പോൾ നിർമ്മിക്കേണ്ടി വരും. ഒരു 2 ലിറ്റർ ടെർബോ ഡീസൽ എഞ്ചിനാണ് C5 എയർക്രോസിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 177 HP, 400 Nm ആണ് ടോർക്ക് വരുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. C5 എയർക്രോസിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഫീച്ചർ അതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റമാണ്. പ്രോഗ്രസീവ് ഹൈഡ്രോളിക് കുഷൻ എന്നൊരു സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സിട്രോയിൻ C5 എയർക്രോസിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ കാണുന്നതിനായി മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. BMW 4 സീരീസ് ലൈനപ്പിലെ ഏറ്റവും പുതിയ മോഡലായ കോമ്പറ്റീഷൻ കൺവെർട്ടബിളിനെയാണ് ഇപ്പോൾ ലോക വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു BMW അവരുടെ ഏറ്റവും പുതിയ M3, M4 കോമ്പറ്റീഷൻ മോഡലുകളെ ലോഞ്ച് ചെയ്തത്. കൂപ്പേ മോഡലിൻ്റെ സെയിം ഡിസൈൻ തീമാണ് കൺവെർട്ടർ മോഡലിലും നിലനിർത്തിയിട്ടുള്ളത്. M3, M4 കോമ്പറ്റീഷൻ മോഡലിൽ ഉപയോഗിക്കുന്ന സെയിം 3 ലിറ്റർ ട്വിൻ ടെർബോ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് കൺവെർട്ടബിൾ മോഡലിലും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്ന 503 HP, 649 Nm ടോർക്കുമാണ് വരുന്നത്. ഇതിനോടൊപ്പം ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും എക്സ്ട്രൈവ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമാണ് BMW ഉപയോഗിച്ചിട്ടുള്ളത്. സെലക്ടബിൾ 4 വീൽ ഡ്രൈവ് സ്പോർട്ട്,
2 വീൽ ഡ്രൈവ് തുടങ്ങിയ ഓപ്ഷൻസും M4 കൺവെർട്ടബിൾ അവൈലബിൾ ആണ്. 0 നിന്ന് 100 കിലോമീറ്റർ എത്താൻ ഏകദേശം 3.6 സെക്കൻഡ് മാത്രം മതി. ടോപ്പ് സ്പീഡ് 249 കിലോമീറ്ററാണ്. എന്നാൽ ഓപ്ഷണൽ M ഡ്രൈവേഴ്സ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ ഈ ടോപ്പ് സ്പീഡ് 280 കിലോമീറ്റർ ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്ന ഏറ്റവും വലിയ വ്യത്യാസം ഹാർഡ് ടോപ്പിൽ നിന്ന് സോഫ്റ്റ് ടോപ്പായി എന്നാണ്. ഇതുകൊണ്ട് തന്നെ ഫോൾഡിംഗ് സിസ്റ്റം ഏകദേശം 40% ലൈറ്ററാണ്. 50 കിലോമീറ്റർ വേഗതയിൽ വരെ കൺവെർട്ടബിൾ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഏകദേശം 18 സെക്കൻഡുകളിൽ തന്നെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. വാഹന ലോകത്തെ വാർത്തകൾ ചൂടോടുകൂടി ലഭിക്കുവാനായി നമ്മുടെ വെബ്സൈറ്റായ www.pilotonwheels.in ഫോളോ ചെയ്യുക. നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.